ഓസ്ട്രേലിയയില് മഞ്ഞുണ്ടോ? വലിച്ചു കേട്ടാലല്ലോ മഞ്ഞ് വാരിയെടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ച് കളിച്ച സ്നോമാന്റെ ബോഡി ഇതാണ് കേട്ടോ. വളരെ ഈ ചെളിയിൽ കൂടെ ഉമ്മാരിവിടെ പോവാ. ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളിത് ഇവിടെ ഓസ്ട്രേലിയയില് മഞ്ഞുമലയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ മഞ്ഞുണ്ടോ എന്നുള്ളത് നിങ്ങളെ ഇവിടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. ഇതുണ്ടോ, ഈ ഒരു മല ഫുള്ള് മഞ്ഞ് പരന്ന് കിടക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ കയറി പെട്രോളൊക്കെ അടിച്ച് വണ്ടി ഫുൾ ടാങ്ക് ആക്കിയിട്ട് പോകാമെന്ന് ഓർത്ത് ഇവിടെ കയറിയതാണ്. അപ്പൂസും മിച്ചായും കൂടെ പോയി പെട്രോൾ അടിച്ച് വരുന്ന വഴിയാണിത്. ഞങ്ങൾ പോകുന്നത് ഇവിടെ ന്യൂ സൗത്ത് വെയിൽസിലുള്ള സ്നോയി മൗണ്ടൻസിലേക്കാണ്. മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. ഈ പോകുന്ന വഴിയിൽ ഈ രണ്ട് സൈഡിൽ റോഡിൽ രണ്ട് സൈഡിലായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോന്നൊക്കെ ചത്ത് കിടക്കുന്നതായിട്ട്. ദേ ഇവിടെ കണ്ടോ, ഈ കങ്കാരൂസും പിന്നെ ഈ വൊമ്പാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ജീവികളൊക്കെ ഉണ്ട്. മെയിനായിട്ടും കങ്കാരൂസാണ്. ഇവിടെ കുറേ ഇടിച്ചു കിടക്കുന്നു, നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ദേ ഇവിടെ ഇപ്പം ദേ അവിടുന്ന് അതിനെ മാറ്റിയ സ്ഥലമാണ്. ദേ ഇവിടെ ഒരു വലിയൊരു കങ്കാരു, നിങ്ങൾക്കത് പതുക്കെ പോസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യത്തെ കുറച്ച് ഡ്രൈവിൽ മാത്രമായിരുന്നു ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇതിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ റെയറായിട്ടേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്കറിയില്ല എൻ്റെ സൈഡിലെ സേഫ്റ്റി എന്തിൻ്റെയും പ്രത്യേകതയാണോ, എന്തുകൊണ്ടാണ് അത്രയും ഭാഗത്ത് അത്രയും കങ്കാരൂസും ഇങ്ങനെ ഓരോ ജീവികളൊക്കെ ചത്തെടുക്കുന്നുണ്ടെന്ന്. അതിലേക്കൂടെ പോകുന്ന വലിയ വണ്ടികളിലൊക്കെ എന്താ പറയുക, ആടിനെയൊക്കെ കൊണ്ടുപോകുമായിരുന്നു. വളരെ ഭംഗിയായിരുന്നു ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും കാണാനായിട്ട്. നല്ല ഒരു ഡ്രൈവായിരുന്നു. എനിക്ക് റോഡ് ഞാൻ കുറേ എടുത്തായിരുന്നു. കാണുമ്പോഴെല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നും, കാരണം അത്ര ഭംഗിയാണ് കാണാനായിട്ട്. ഓരോ സ്ഥലവും എന്താ പറയുക, മാറി മാറി നല്ല നല്ല പുതിയ പുതിയ കാഴ്ചകളായിരുന്നു. അപ്പം ഞാൻ കുറച്ചധികം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ വീഡിയോസ് എടുത്തതിൻ്റെ വളരെ കുറച്ചാണ് ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നത്. ഈ റോഡ് ചുമ്മാ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, പക്ഷേ ഇതിൻ്റെ ആ ഒരു ഭംഗി കാണിക്കാതിരിക്കാനും എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ കിടക്കട്ടെ, ചെറിയൊരു മ്യൂസിക്കൊക്കെ ആയിട്ട് കൊടുക്കാമെന്ന്. അതുകൊണ്ട് എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ചുമ്മാ ഇങ്ങനെ സ്ഥലം, ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇത്ര വലുതാണെങ്കിലും ആൾതാമസമുള്ള കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഇവിടെയൊന്നും എന്താ പറയുക, വലിയ ഫാമുകളാണ് ഇവിടെയൊക്കെ. രണ്ട് സൈഡിലും ഫാമുകൾ. അവിടെ നമ്മുടെ കുറച്ച് മൃഗങ്ങൾ, എന്താ പറയുക, കുതിര, ആട്, പശു, അങ്ങനെ ചെമ്മരിയാട്, അങ്ങനെയാണ് ഈ രണ്ട് സൈഡും ഫാം ഏരിയാസ് ആണ്. ഇവിടെ കണ്ടോ, ഇപ്പോൾ ഒരു മരുഭൂമി പോലൊക്കെ തോന്നില്ലേ? കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ വേറൊരു കളറാകും, പിന്നെ കുറേ കല്ലൊക്കെ ആയിട്ടൊരു സ്ഥലം. അങ്ങനെ നല്ല രസമായിരുന്നു ഈ ഒരു യാത്ര. അങ്ങോട്ട് പോയ വഴിക്ക് അപ്പൂസ് ഉറങ്ങാതെ എന്താ പറയുക, ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അമ്മൂസ് നന്നായിട്ട് ഉറങ്ങി. പിന്നെ ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട്, വർണ്ണയും വിപിനും. പിന്നെ ഏകദേശം ഉച്ചയായതുകൊണ്ട് ഞങ്ങളൊരു ചെറിയൊരു എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങളങ്ങനെ ഒരു ടൗണിലെത്തിയപ്പോഴത്തേക്കും അവിടെ നിർത്തി. അങ്ങനെ ഞങ്ങൾ മക്ഡൊണാൾഡ്സിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് സ്നോ കാണാൻ പോകാം, അല്ലേ അമ്മൂസ്? അമ്മൂസ് ഉറങ്ങിയായിരുന്നോ? അമ്മൂസ് നല്ല ഉറക്കം ഇറങ്ങി. അമ്മൂസിന് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചാലോ? ലെറ്റ്സ് ഗോ. അമ്മൂസിനും അപ്പൂസിനും കളിക്കാനുള്ള സ്ഥലം കണ്ടോ? സൂപ്പർ അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ട് നോക്കിയേ.
കിട്ടിപ്പോയി. അമ്മൂസിനോട് കൊടുക്കണേ. അപ്പൂസിന്റെ ഹാപ്പി മീലിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കി. എന്നാടാ അതിനകത്ത്? അവന് തിന്നൊന്നും വേണ്ട. ഷൂ ആണോ കിട്ടിയേ? കീച്ചേന് കിച്ചനോട് വെച്ചിട്ട് അവിടെ കയറി ചെറിയ രീതിയിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു. എന്നിട്ട് അപ്പൂസിനെ ജസ്റ്റ് ഇതിലേക്കൂടെ ഒന്ന് കയറ്റി ഇറക്കി. കാരണം അവനിത് കണ്ടിട്ട് ഇവിടെ കയറാതെ പോയാൽ അവന് വിഷമമാകത്തില്ലേന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് അതിലേക്കൂടെ ഒന്ന് കയറ്റി ഇറക്കി. പെട്ടെന്ന് തന്നെ അവൻ പോരുകയും ചെയ്തു കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഫുള്ള് ഫിനിഷ് ആക്കിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി മക്ഡൊണാൾഡ്സിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഇനി 1 മണിക്കൂർ ഉണ്ട്. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാവേ. കൂമ കഴിഞ്ഞിട്ടുള്ള റോഡിന്റെ 2 വശവും നിങ്ങൾ ശ്രദ്ധിച്ചോ? 2 സൈഡിലും ഇങ്ങനെ പാറകള്, ഉരുണ്ട പാറക്കല്ലുകൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്ന പോലെ, കൂട്ടിയല്ല ആരി ഇങ്ങനെ വിതറിയേക്കുന്നത് പോലെ കുറേ ദൂരത്തേക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. കുറേ കിലോമീറ്ററുകൾ ഇങ്ങനെയായിരുന്നു. ഒരു ഭംഗിയില്ലേ കാണാനായിട്ട്? എന്താ പറയുക, ഇങ്ങനെ ആരോ ഒരു ശാപം, ഓക്കെ ഇവിടെ കല്ലുകൾ നിറയട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ശപിച്ചതുപോലെയായിരുന്നു കേട്ടോ. അത്രയും ഭാഗം ഇങ്ങനെ അറിയില്ല എങ്ങനെയാ അങ്ങനെ ആയതെന്നൊന്നും. എനിക്ക് ഹിസ്റ്ററി ഒന്നും വലിയ പരിചയമില്ലാത്തത് കൊണ്ട്, ഹിസ്റ്ററി പഠിക്കാനും താല്പര്യമില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റിയൊന്നും ഞാൻ അന്വേഷിച്ചില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ അതും ഒരു ഭംഗിയുണ്ടായിരുന്നു, ഒരു പ്രത്യേകത. ഇതുവരെ എന്താ പറയുക, ഓരോരോ സ്ഥലങ്ങളും ഇങ്ങനെ പല പല കാഴ്ചകളായിരുന്നു. എന്തായാലും നമ്മൾ ഈ നമ്മുടെ പോകുന്ന സ്ഥലത്ത് എത്താറായി. കുറച്ച് വെള്ളമൊക്കെ കണ്ടു തുടങ്ങി. അങ്ങ് മലയിൽ നമുക്ക് മഞ്ഞൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ മല കയറുകയാണ്. നല്ല ഇത് കണ്ടോ, ഈ റോഡൊക്കെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. പേടിയാവുമായിരുന്നു. ആ ഒരു ഇടതുവശം എന്ന് പറയുന്നത് വലിയ കൊക്കയാണ് താഴോട്ട്, നല്ല ആഴത്തിൽ. അപ്പോൾ ഈ ഒരു ഡ്രൈവ് നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മളിത് ഇവിടെ എൻട്രി ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇതാണ് ഇവിടുത്തെ റേറ്റ് ഒരു ദിവസത്തേക്കുള്ള. അതാണ് ഏറ്റവും കുറഞ്ഞ പാസ്, $29. അത് നമുക്ക് ഒരു ദിവസം 24 hours പാസ്സാണ് കിട്ടുന്നത്. അതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻ, ഇതെങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷനാണ് അതിൻ്റെ പുറകിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ച് അവിടെ ക്യാമറ അലൗഡല്ലെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മഞ്ഞ് പതുക്കെ കണ്ടു തുടങ്ങി. മണൽ വാരി ഇങ്ങനെ ഇട്ടേക്കുന്നത് പോലെ ഈ മരത്തിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ കണ്ടു തുടങ്ങി. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇങ്ങനെ എന്താ പറയുക, ഫോട്ടോയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള. ഞങ്ങളിവിടെ 8 വർഷം ആകുന്നു ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട്. ഇതുവരെയും ഞങ്ങളിവിടെ അടുത്ത് കോറിൻ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ അവിടെ ഒന്നും പോയിട്ടില്ല. മഞ്ഞ് ഞങ്ങളിങ്ങനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അങ്ങനെ നമ്മൾ മലമുകളിലെത്തി. ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്തു, ദൈവമേ ഇനി ഐസൊക്കെ ഉരുകി തീർന്നോ എന്നൊക്കെ ഓർത്തായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ, കാരണം നല്ല സണ്ണുണ്ടായിരുന്നു, പിന്നെ പക്ഷേ ഇതങ്ങനെയൊന്നും തീരത്തില്ല എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ഇതുണ്ടോ, ഭയങ്കര അവിടെ സ്കീയിങ്, അങ്ങനെ അതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാം. പിന്നെ എന്നാ
അങ്ങനെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ കാർ പാർക്കിങ്ങിൽ എന്തോരം കാറുകളാണ് കിടക്കുന്നത്. ഇന്നിപ്പോൾ സ്കൂൾ ഹോളിഡേയ്സും കൂടെ ആയിരുന്നപ്പോഴാണ് ഞങ്ങൾ പോയത്. അപ്പം അതുകൊണ്ട് കുറേ തിരക്കായിരുന്നു അവിടെ. ഞങ്ങളങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് പതുക്കെ പുറത്തിറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ എവിടെ എത്തിയേ? മഞ്ഞുമല. അപ്പൊ തണുക്കുന്നുണ്ടോ? അപ്പൊ മൂക്കെന്തേ? അങ്ങനെ ഓസ്ട്രേലിയയിൽ മഞ്ഞുണ്ടോന്ന്? ഓസ്ട്രേലിയയിൽ മഞ്ഞ്, ദേ മഞ്ഞ്, പുറകില് മഞ്ഞ്, മുന്നിലും മഞ്ഞ്, എല്ലാടും. അമ്മൂസ് ഇതെന്നാടി വായില്? ആദ്യം പുറത്തിറങ്ങിയപ്പോൾ വലിയ തണുപ്പില്ലെന്ന് തോന്നിയെങ്കിലും മഞ്ഞിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല കാറ്റും ഉണ്ടായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇച്ച കുഴിച്ചെടുക്കോ? മൈനിങ്ങാ. കുഴിയിലെഴുതല്ലേ, ഇങ്ങോട്ട് മാറുമ്പോ. അപ്പൂസ് കുഴിഞ്ഞു പോകണോടാ. കുറച്ചു നേരം അവിടേക്ക് ഇന്ന് എന്തൊക്കെയൊക്കെ കളിച്ചു, ചുമ്മാ അതിലേക്കൂടെയൊക്കെ മഞ്ഞ് വാരി എറിഞ്ഞു.
സ്നോമാനെ ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമം നടത്തി, പക്ഷേ പരാജയപ്പെട്ടു. വിരലൊടിഞ്ഞ പോലെ തോന്നുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളൊരു സ്നോമാനെ ഉണ്ടാക്കാൻ പോവാണേ. ഓക്കെ. അപ്പൊ ഇച്ചിരി അങ്ങനെ കുറച്ചു നേരം മഞ്ഞിലൊക്കെ കളിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ കൈയും കാലും നന്നായിട്ട് തണുക്കാൻ തുടങ്ങി. അപ്പൂസിനും അതെ, അവനും കാല് തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ നിർത്തി. പ്രോപ്പറായിട്ടുള്ള ഗിയർ ഉണ്ടെങ്കിൽ നമുക്ക് തണുപ്പിൽ ഈ മഞ്ഞത്ത് നിന്ന് കളിക്കാനായിട്ട് വലിയ കുഴപ്പമില്ലായിരിക്കും. പക്ഷെ അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ കൈയും കാലും ഒക്കെ ഫ്രീസ് ആവാൻ തുടങ്ങും. അധികം തണുപ്പല്ലാതെ തോന്നിക്കുന്നില്ല. നമുക്ക് മുഖത്ത് നല്ല കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെടുത്തുന്നുണ്ട്. പിന്നെ അനുഭവപ്പെടുന്നത് കയ്യിലും കാലിലുമാണ്. ബാക്കി എല്ലായിടവും നമ്മൾ ഉടുപ്പൊക്കെ ഇട്ട് തേർമലൊക്കെ ഇട്ട് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. സ്നോമാന്റെ ബോഡി ഇതാണ് കേട്ടോ. വളരെ അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതുപോലെ ജാക്കറ്റ് ആണെങ്കിലും ഷൂസ് ആണെങ്കിലും ഗ്ലൗസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഹയർ ചെയ്യാൻ കിട്ടും. പിന്നെ വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറിപ്പോയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ കളിക്കാമായിരുന്നു. സ്നോയിലൂടെ മേളിൽ നിന്ന് താഴോട്ട് സ്ലൈഡ് ചെയ്ത് വരാനൊക്കെ അവിടെ പറ്റുമായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. കാരണം അപ്പൂസിനും അമ്മൂസിനും നല്ല രീതിയിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കുറച്ചൊക്കെ ഒന്ന് കളിച്ചിട്ട് പോരുകയാണ് ഉണ്ടായത്. അങ്ങനെ ഫൈനലി അമ്മൂസും ഇതിനകത്ത് കയറി. അമ്മൂസ് ഭയങ്കര പാടായിരുന്നു. കയറാൻ പറഞ്ഞിട്ടൊന്നും കയറുന്നില്ലായിരുന്നു. അവൾക്ക് പേടിയായിരുന്നു. അങ്ങനെ പതുക്കെ അവളെയും കൊണ്ട് പോവാണ്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഇതുപോലെ ഓരോ കുഴികളിൽ വീഴുമായിരുന്നു. വലിയ കുഴിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അപ്പൂസ് പാവം അവൻ അതിലേക്കൂടെ ഒന്ന് നടന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. അപ്പൊ പിന്നെ ഞങ്ങള് ഉടനെ തന്നെ 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നിർത്തുകയാണ് ചെയ്തത്. പകുതി കലങ്ങ് പോയല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു അലാമോട് കൂടി നമ്മള് ഓടി പോവാം. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാ. അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് വണ്ടി കയറി. കാല് കയ്യും എല്ലാം മരച്ചിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഞങ്ങൾ 7 വർഷമായിട്ട് ഇപ്പൊ ആദ്യമായിട്ടാ ഇവിടെ മഞ്ഞ്. ഞാൻ അവിടെ അടുത്തൊക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെ എങ്ങും പോയിട്ടില്ല. ആദ്യമായിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. ആദ്യത്തെ എക്സ്പീരിയൻസ്. 7 വർഷം വരാതിരുന്നത് നന്നായി. അതിന് മുന്നേ വന്നിരുന്നെങ്കിൽ ചിലപ്പോ ഇപ്പൊ വരത്തില്ലായിരുന്നു അല്ലേ. തണുപ്പ് നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ UK പറയുന്നുണ്ടല്ലോ ഇത്രയും മഞ്ഞാണേലും അത്രയും തണുപ്പ് ഫീൽ ചെയ്യത്തില്ല എന്ന് പറയാം. പക്ഷെ ടെമ്പറേച്ചർ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടാ. അങ്ങനെ ഞങ്ങള് ക്യാൻബറയിൽ ഒരു 12-14 ആ ഒരു റേഞ്ചിൽ നിന്നിടത്തുനിന്ന് പെട്ടെന്ന് 1-2 ഡിഗ്രി. ക്യാൻബറയിൽ 1-2 ഡിഗ്രി ഒക്കെ ആവാറുണ്ട്. പക്ഷെ തണുപ്പ് വരാറില്ല. ലൈസ് വരാം. അതിൽ നമ്മൾ ഇറങ്ങാറില്ലല്ലോ. അപ്പൊ ഞങ്ങളിനി തിരിച്ചു പോവാ. ഇനി ഇവിടെ ഹീറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോവാ. രണ്ടുപേര് കഷ്ടപ്പെട്ട് നടന്ന് പോകുന്നുണ്ടോ. സ്കീയിങ് ചെയ്യാൻ പോവാ. എന്താ അല്ലേ, ഓരോരുത്തരുടെയും ഓരോ ഇൻട്രസ്റ്റ്. നമ്മൾ ഇതിനകത്ത് ഒരു അരമണിക്കൂർ പോലും നിൽക്കാൻ പറ്റാതെ ഓടി വന്നകത്ത് കയറി. അവര് ഈ മഞ്ഞിൽ കിടന്ന് കളിക്കാനാണ് അവർക്കിഷ്ടം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകാനായിട്ട് കുറച്ച് മുന്നോട്ട് പോയി അവിടെ ഇവിടേക്ക് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് ഓർത്ത് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ ട്രിപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇനി വരുമ്പോൾ എന്തായാലും ഞങ്ങൾ ഇതിൽ നല്ല പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടേ വരുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇത് മനുഷ്യന്മാരാന്ന് പറയുമോ ഈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളിൽ ഗെയിമൊക്കെ കളിക്കുന്ന പോലെ.
ഇവിടെയൊക്കെ കണ്ടോ മഞ്ഞ് വാരിക്കൂട്ടി ഇട്ടേക്കുന്നത്. ഈ വണ്ടികൾക്കൊക്കെ പോകാനായിട്ട് ഇങ്ങനെ മഞ്ഞ് മാറ്റിയിട്ട് ഇവിടെ പാർക്ക് ചെയ്തേക്കുന്ന വണ്ടികളൊക്കെ എടുക്കുന്നത് മഞ്ഞ് മാറ്റിയിട്ടാണ് വണ്ടികൾ എടുത്തുകൊണ്ട് പോകുന്നത്. അവിടെ മഞ്ഞ് മാറ്റാനായിട്ടുള്ള വണ്ടികളൊക്കെയാണ് നിങ്ങൾ അവിടെയൊക്കെ ആയിട്ട് കണ്ടത്. പിന്നെ മഞ്ഞിലൂടെ പോകുന്ന വണ്ടികൾ, ബൈക്കുകൾ ഒക്കെ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മഞ്ഞിലെ വിശേഷങ്ങൾ. ഓസ്ട്രേലിയയിൽ ഇതുപോലെ ചില സ്ഥലങ്ങളുണ്ട്, മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങൾ. ഞങ്ങൾ താമസിക്കുന്ന ക്യാൻബറയിൽ ഇങ്ങനെ ക്യാൻബറയിൽ അടുത്ത് 1-2 ചെറിയ സ്ഥലങ്ങളുണ്ട്, ചെറിയ രീതിയിലൊക്കെ മഞ്ഞ് വീഴുന്ന സ്ഥലം. പക്ഷേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും അങ്ങനെ വീഴാറില്ല. ഫ്രോസ്റ്റ് വരാറുണ്ട്, അത് -2 മൈനസ് ടെമ്പറേച്ചർ പോകുമ്പോൾ കുറച്ച് ഈ പുല്ലിൻ്റെയൊക്കെ മുകളിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ തുള്ളികൾ, വെള്ളത്തുള്ളികൾ ഇരുന്നിട്ട് അത് ഉറഞ്ഞ് ഫ്രോസ്റ്റ് ആകാറുണ്ട്. പക്ഷേ ഇതുപോലെ മഞ്ഞിങ്ങനെ കട്ടിയായിട്ട് കാണാറില്ല. മല ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടോ? ഈ റോഡ് അങ്ങ് നമുക്ക് കാണാൻ പറ്റും, വണ്ടികൾ പോകുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നമുക്ക് ക്യാൻബറയ്ക്ക് പോകാം. തിരിച്ചു പോകുന്ന കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മുന്നിൽ 3 വണ്ടികൾ ഇങ്ങനെ ഒരേ അകലം ഇട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ എന്താ പറയുക, ഞങ്ങൾ 4 വണ്ടികളും കൂടെ ക്യാൻബറയ്ക്ക് ഇങ്ങനെ പോകുന്നു. മിക്കപ്പോഴും ലോങ് ട്രിപ്പ് പോകുമ്പോൾ ഇതുപോലെയാണ്. ഞങ്ങൾ മുന്നിലുള്ള വണ്ടിയെ ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് പോലെയാണ്. ഓക്കെ, അവരെന്താ ചെയ്യുന്നത്, അവരവിടെ സ്ലോ ചെയ്തല്ലോ, എന്താ പറയുക, ഇങ്ങനെ ഏകദേശം നല്ല സ്പീഡിൽ പോകുന്ന വണ്ടികളാണെങ്കിൽ ഞങ്ങൾ ഓവർടേക്ക് ചെയ്യാതെ ആ സെയിം സ്പീഡ് പിടിച്ച് ഞങ്ങളും പുറകെ പോരാറുണ്ട്. അതുപോലെയായിരുന്നു ഇതും. ഒരു 100 to 110 ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. അപ്പോൾ സിഗ്നൽസും ഇല്ല. അപ്പോൾ ഇങ്ങനെ ക്രൂസ് കൺട്രോൾ ഇട്ട് ഇരുന്നാൽ മതി. ചില വണ്ടികളുണ്ട് പതുക്കെ പോവുള്ളൂ, ചിലർ ഭയങ്കര സ്പീഡായിരിക്കും. അതല്ല, ഒരു ലിമിറ്റ് കീപ്പ് ചെയ്തിട്ട് ഈ 3 വണ്ടികൾ ഒരുപോലെ ഈ ക്യാൻബറയിൽ ഞങ്ങൾക്ക് ഇവിടെ എത്തുന്നത് വരെ ഞങ്ങൾക്ക് കൂട്ടുണ്ടായിരുന്നു. അപ്പോൾ വളവ് തിരിഞ്ഞ് ആ വണ്ടികൾ അങ്ങോട്ട് പോയപ്പോൾ എന്താ ഒരു മിസ്സിങ് പോലെയായിരുന്നു. ഞങ്ങൾ മിക്കപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെയാണ്. മുന്നിലൊരു വണ്ടിയുണ്ട്, അവരങ്ങ് പോയി കഴിയുമ്പോൾ അയ്യോ ആ വണ്ടി പോയല്ലോ. അറിയില്ല അവർക്ക് നമ്മളെ കാണാവോ, നമ്മളെപ്പറ്റി അവരെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾ അവരെ പറ്റി സംസാരിക്കാറുണ്ട്. അവരെപ്പോഴും നമുക്കൊരു അനുഗ്രഹമാണ്. കാരണം മുന്നിൽ ഒരു കൂട്ടു പോകുന്നത് പോലെയാട്ടോ ഞങ്ങൾക്ക് തോന്നാറ്. അപ്പോൾ ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന, കമൻ്റ് ഇടുന്ന എല്ലാവർക്കും 1000 നന്ദി. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക്